ഹലോ ഗൈസ്, ഇപ്പൊ നമ്മളുള്ളത് കൊണ്ടോട്ടിയാണ്. ഞങ്ങള് കൽപ്പേക്ക് വന്നു. കൽപ്പേക്ക് എന്ന് വന്നിട്ട് ഞങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇത് വഴി നടന്നു പോകുമ്പോ സ്മെല്ലടിച്ചു, ചിക്കന്റെ സ്മെല്ല്. ഇതാണ് കട, അസ്പി കൂൾ ബാർ എന്ന് പറഞ്ഞു. സോ അറഫ ഗോൾഡിന്റെ ചിക്കനെ സ്മെല്ലടിച്ചപ്പോ എന്താണെന്നറിയില്ല, മനസ്സൊന്ന് പതറി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ലേറ്റ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടി വന്നാണ്. നമുക്ക് നോക്കാൻ നല്ല ചിക്കൻ പീസും ഒരു ബിരിയാണി 2 പേര് ഷെയർ ചെയ്യാനുള്ള പ്ലാനിലാണ്. കാരണം ഓൾറെഡി ഞങ്ങൾ ഡയറ്റിലാണ്. സോ ജസ്റ്റ് ഒന്ന് വന്ന സ്ഥിതിക്ക് ഒന്ന് ടേസ്റ്റ് ആക്കിയിട്ട് പോകുന്നുള്ള പ്ലാൻ. യെസ്, ഇതാണ് ബിരിയാണി ഇവിടുത്തെ കൊടുത്ത. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, ഞങ്ങള് ഷെയർ ചെയ്യാണ്. ഒന്ന് ഒരു ബിരിയാണി 1-ൽ 2 മാറ്റാണ്. സോ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ല്. ഇതാണ് ഒരു കൊടുത്ത അടുത്ത്. നെക്സ്റ്റ് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. ഇതാണ് കിട്ടിയോ? ഇതാണ് നമ്മള് ഇതിന്റെ സ്മെല്ലാണ് എനിക്ക് ആ റൂട്ടിലൂടെ പോകുമ്പോൾ കിട്ടിയത്. അപ്പൊ ഞാൻ ഇതൊന്ന് നോക്കാൻ പോകണം. ഇത് നമ്മൾ നേരെ ഒന്നിട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. വീട്ടിലാണ് ബില്ലിട്ടിന്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ചൂട് കിട്ടി. ഈ സമയത്ത് വന്നുകൊണ്ട് സമയത്തായി കത്താന ടൈമിൽ വന്നുകൊണ്ട് നല്ല ചൂടുള്ള സാധനം കിട്ടി. നല്ല രസമുണ്ട്. 2 ബിരിയാണി ഫുൾ എടുക്കാം. 2 ബിരിയാണി, ഒരു ബിരിയാണി, ചിക്കന്, ഒരു 65, ഒരു ചിക്കന്, പിന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ. അപ്പൊ അവിടുന്ന് വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചിക്കൻ പൊരിക്കുന്ന സ്മെല്ല് കിട്ടി. അപ്പൊ എവിടുന്ന സ്മെല്ലെന്ന് ഞാൻ അവിടെ ചോദിച്ചു. അപ്പോഴാണ് ഇതിന്റെ ഇടയിൽ കണ്ടത്. അങ്ങനെ വന്നാണ് നമ്മള്. സൂപ്പർ ഫുഡായിരുന്നു. കുറെ കാലത്തിൽ നല്ലൊരു ബിരിയാണിന്റെ നല്ല ക്വാളിറ്റിയാണ് പീസ് കിട്ടിയത് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. താങ്ക്സ്. ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മള് ഹസ്ബിന്ന് ബിരിയാണി കഴിച്ചു തന്നു. പക്ഷെ എന്താ ഫീൽ ഇട്ടെന്ന് വെച്ചാല്, ചിക്കൻ പീസ്, പൊരിച്ച പീസ് ഹോംലി ടച്ചില് നല്ലൊരു ക്വാളിറ്റി, അതായത് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫീൽ കിട്ടി. പക്ഷേ റേറ്റ് മാത്രമാണ് കുറച്ചതായത്. ക്വാണ്ടിറ്റി കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു, കുറവായിരുന്നു. പൊരിച്ച പീസ് നമുക്ക് 100 രൂപയ്ക്ക് എത്ര പീസ് കിട്ടും? ചെന്നൈയിൽ ആണെങ്കിൽ 50 രൂപക്ക് 100 ഗ്രാം. 60 ഗ്രാമുള്ളൂ. 80 ഗ്രാം 3 പീസുള്ളൂ, ചെറിയ പീസിലെ 70 റുപ്യ. സോ ക്വാണ്ടിറ്റി കുറവാണ്, അതായത് റേറ്റ് ജാസ്തിയാണ് ചിക്കൻ പീസിൽ. പക്ഷെ അത് കുറച്ച് നന്നായിരിക്കും. ഞങ്ങള് തോന്നിയൊരു പ്രശ്നം വെച്ചാല് കുറച്ച് റേറ്റ് കുറച്ച് കൂടി പോയോ സംശയമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങള് അത്ര ഇതായിട്ടൊന്നുമില്ല. ഒരു ചിക്കൻ പീസ് അതുപോലെ തന്നെ ഒരു ബിരിയാണി മാത്രം ഞങ്ങൾ കഴിയാൻ പോയത്. കാരണം ചിക്കൻ പീസ് കഴിക്കാൻ വേണ്ടി മാത്രം പോയതാണ് ഞങ്ങള്. അതാണ് അവിടുത്തെ പ്രശ്നം ഇതുണ്ടായത്. സോ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 250 കൊടുത്തതിന് പ്രശ്നമായിട്ടില്ല. പക്ഷെ ഒരു സാധാരണക്കാരായ ആൾക്കാർ വരുമ്പോൾ അത് അവർക്ക് താങ്ങുമെന്നുള്ളതാണ് ഞാനത് ആലോചിച്ചത്, വേറൊന്നല്ല. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് റേറ്റ് കുറച്ച് കൂടിപ്പോയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർ പറഞ്ഞു നല്ല കുറെ കാലമായി കട ചെയ്യുന്നുണ്ട്, കുറെ കാലമായി നമ്മൾ കട നല്ലതായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാം ഓക്കെയാണ്. പക്ഷെ റേറ്റ് മാത്രം കുറച്ച് കൂടിപ്പോയെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ പറഞ്ഞാല് അതിന്റെ പ്രത്യേകത വെച്ചാല് ആ ഹോട്ടലിന്റെ അടുക്കള ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് കൂടെ വന്നത് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങള് സ്മെല്ല് പിടിച്ച് ബാക്ക് കൂടെ വന്നത് ഞങ്ങള്. അപ്പം ഞങ്ങൾക്ക് ആ വരാന്തയിലൊക്കെയാണ് അവർ ഇതൊക്കെ ചെയ്യണത്. പക്ഷെ അങ്ങനെ ഉള്ളിൽ കൂടെ കയറി, അതാണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കിച്ചൺ ഇല്ലാതെ ഫുഡ് ഉണ്ടാക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.